நான் எப்போ வருவேன் எப்படி வருவேன்னு யாருக்கும் தெரியாது. ஆனா வர வேண்டிய நேரத்துல கரெக்டா வருவேன். இன்னும் உன்னை விட்டு போகல. தேங்க்யூ 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 தேங்க்யூ. கூடவே பிறந்தது என்னைக்கும் போகாது. ഹായ് വെൽക്കം ടു റെട്രോ കാതികൻ. അപ്പോൾ ഇന്ന് വലിയൊരു ന്യൂസ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ലോകേഷ് കനകരാജ് ടീമിൻ്റെ കൂലി ഹാസ് സെറ്റ് എ ന്യൂ ബെഞ്ച് മാർക്ക് ഇൻ കോളിവുഡ്. അതിൻ്റെ ഓവർസീസ് ഡീൽ ഏകദേശം 81 കോടിയോളം രൂപയ്ക്കാണ് ഡീൽ നടന്നിരിക്കുന്നത്. ഓവർസീസിൽ മാത്രമല്ല, തെലുങ്ക്, കന്നഡ, ഇൻ കേരള ടു നല്ലൊരു ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. അപ്പം ഇന്നതിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു ന്യൂസ് വന്നപ്പോൾ തൊട്ടേ ഇൻ്റർനെറ്റിൽ ഭയങ്കര ബസും ടോക്കുമായിരുന്നു. കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് LCU ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നുള്ളൊരു ഒരു വാർത്ത ഭയങ്കര ഫാൻസൊക്കെ ഭയങ്കരമായിട്ടാണ് കൊണ്ടാടിയൊരു വാർത്തയായിരുന്നു അത്. പിന്നെ ഈ പ്രൊജക്റ്റ് പ്ലാനിങ്ങിലേക്ക് വരുന്നത് ഡ്യൂറിങ് ദ ഫിലിമിംഗ് ഓഫ് മാസ്റ്ററിൻ്റെ ചിത്രീകരണ സമയത്താണ് ലോകേഷ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുകയും ഇതിൻ്റെ കഥ രജനീകാന്തിൻ്റെ സംസാരിക്കുകയും ചെയ്തു. രജനീകാന്ത് അതിൽ ഇൻട്രസ്റ്റഡ് ആയി. പക്ഷേ നിർഭാഗ്യവശാൽ പ്രൊജക്റ്റ് ഷെൽവ് ചെയ്യപ്പെട്ടു. കാരണം രാജ്കമൽ ഫിലിം ഇൻ്റർനാഷണലിന് വേണ്ടിയിട്ട് വിക്രം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും പിന്നീട് ലോകേഷ് LCU യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു സ്പിൻ ഓഫ് ആയിട്ടുള്ള ലിയോയിലേക്ക് പോവുകയും ചെയ്തു. അതേസമയം ജയിലറിലേക്ക് രജനീകാന്ത് ജോയിൻ ചെയ്തു. 2022-2023 ടൈമിലാണ് ഈ പ്രൊജക്റ്റ് പിന്നീട് സൺ പിക്ചേഴ്സ് എടുക്കുകയും രജനീകാന്ത് ലോകേഷ് ടീമിൻ്റെ ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിയിട്ട് അതിൽ കഥയിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. സൺ പിക്ചേഴ്സിൻ്റെ ഏകദേശം 4ാമത്തെ 5ാമത്തെ സിനിമയാണ് രജനീകാന്തുമായിട്ടുള്ള. ആദ്യത്തെ സിനിമ എந்திരൻ, പിന്നെ പേട്ട, അണ്ണാത്തെ, ജയിലർ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്ന സിനിമയാണ് കൂലി. പിന്നെ കൂടാതെ തന്നെ അത് ഇവർക്ക് രണ്ടുപേർക്കും വലിയൊരു വോപ്പിംഗ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. അതും ഭയങ്കര ഒരു ടോക്കുണ്ടാക്കി ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ ടൈറ്റിൽ ടീസറും ഗ്ലിംസസും ഒക്കെ ഭയങ്കരമായിട്ട് സെൻസേഷനായി സോഷ്യൽ മീഡിയയിൽ. May 6-ാണ് ഇതിൻ്റെ ഒരു 100 days കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. റിലീസിങ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് August 14 അന്ന് തന്നെ ഒരു ക്ലാഷ് റിലീസ് ഉണ്ട്. നമ്മുടെ ഹൃതിക് റോഷൻ NTR ടീമിൻ്റെ വാറിൻ്റെ സീക്വലായിട്ടുള്ള വാർ 2 അന്നാണ് ഇറങ്ങുന്നത്. അറിയാം, എന്തായാലും ഇത് രണ്ടും ഇറങ്ങിയാലും നമ്മൾ പ്രോമിസ് കൊടുക്കുക ആദ്യം കൂലിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ആദ്യം അത് കണ്ടിട്ടേ ബാക്കിയുള്ള എന്തും കാണത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം പിന്നെ ഫാൻസുകാർക്ക് ഉള്ള ഒരു ഇങ്ങനൊരു ട്രീറ്റ്, ഇതുവർ തമ്മിൽ ആദ്യമായിട്ട് ഒന്നിക്കും എന്നുള്ളൊരു ആ സ്പെഷ്യാലിറ്റി ആദ്യം ഹൃതിക് റോഷൻ NTRനേക്കാളും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുക ലോകേഷ് രജനീകാന്ത് കോംബോയ്ക്കായിരിക്കും. ഇനി August 14 വേണ്ടിയിട്ട് ആ കൗണ്ട് ഡൗൺ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു. August 14 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കൂടാതെ മലയാള സിനിമയിൽ നിന്ന് തന്നെ സൗബിൻ സാഗർ, പിന്നെ റേവ മോണിക്ക ജോൺ, പിന്നെ ക്യാമിയോ ആയിട്ട് അറിയാമല്ലോ, ഇതിൻ്റെ ക്യാമിയോ തന്നെ ഭയങ്കര അതും ടോക്കായിരുന്നു. അമീർ ഖാൻ, ഉപേന്ദ്ര, നാഗാർജുന ഇവരെല്ലാവരും സിനിമയിലുണ്ട്. നല്ലൊരു ട്രീറ്റ് തന്നെ പ്രതീക്ഷിക്കാം ഈ കോംബോയിൽ നിന്ന്. ബൈ, റെട്രോ കാതികൻ. சாரக்கண்ணா, எல்லாருக்கும் உன்னையே பிடிச்சிருக்கு தெரியுமா? வயசானாலும் உன் ஸ்டைலும் அழகும் இன்னும் உன்னை விட்டு போகல. தேங்க்யூ 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 தேங்க்யூ.